ദയാ സുജിത്തിന് അഗെയിൻസ്റ്റ് ഷെഫീന ബീബി റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ ഷെഫീന ബീബി റിയാക്ട് ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം കേട്ട സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. ഇവരെന്ത് ഇങ്ങനെ പറഞ്ഞേ? ശരിക്കും ഇവരിങ്ങനെ പറഞ്ഞോ? ഇത് ഉള്ളതാണോ? അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും വീഡിയോയിലെ പീസാണോ? നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളാരും കോടതിയൊന്നുമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി എന്ത് തെമ്മാടിത്തരും സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയാമെന്നല്ലല്ലോ. അപ്പം അതിനുശേഷം ഞാൻ ഇറങ്ങി ആ ഒരു റീല് ലൈക്ക് ചെയ്തുകൊണ്ടായിരിക്കും ദയാ സുജിത്തിനെ റിയാക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള കുറേ റീൽസ് വന്നു. ഈ റീൽസിലൊക്കെ ഷെഫീന ബീവിയുടെ ഈ വീഡിയോ ആണ് ഇങ്ങനെ ഇറങ്ങി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങി ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ പോയി ഞാൻ ആളുടെ അക്കൗണ്ട് നോക്കിയ സമയത്ത് കുറേയും രേണുസുധിയുടെ കോണ്ടന്റ് ആണുള്ളത്. അതിൻ്റെ ഇടയിൽ മൂന്ന് വീഡിയോ ആയിട്ട് ഈ ഒരു ദയാ സുജിത്തിൻ്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ഇസ് ലൈക്ക് 1 lakh above, സെക്കൻഡ് വീഡിയോ, തേർഡ് വീഡിയോ എത്ര എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. തേർഡ് വീഡിയോ എനിക്ക് തോന്നുന്നു 10K അടുത്ത് എങ്ങനെയാണ്. അതിൽ ഈ 1 lakh അടിച്ച വീഡിയോ ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. അതിൻ്റെ കമൻസ് ഒരുവിധം ഫസ്റ്റ് കണ്ട കുറേ കമൻസൊക്കെ ഞാൻ വായിച്ചു നോക്കി. മറ്റേ രണ്ടും കംപ്ലീറ്റ് കണ്ടിട്ടില്ല. ഞാൻ ഹാഫ് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ. പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല. അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി. എന്നിട്ട് വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഹലോ ഗൈസ്, എത്ര അലറിയിട്ടൊന്നും കാര്യമില്ലടേ. എൻ്റെ മൈക്കിൽ കേൾക്കാവുന്ന സൗണ്ടേ നിങ്ങൾക്ക് എത്തുള്ളൂ. ഐ ഡോണ്ട് നോ, ഒരു പുതിയ മൈക്ക് വാങ്ങിച്ചതിൻ്റെ ഒരു ദുരിതമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന മുഴുക്കാൻ. ഞാൻ വീഡിയോ ഒന്നും ഇടാത്തതും മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ വേറെ കുറച്ച് തിരക്കുകളിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോടതിയിൽ വരേണ്ട ഒരു കേസ് ഉണ്ട്. ഇനി എന്നെ പിടിച്ചകത്താക്കുന്ന അല്ലല്ല, ഞാൻ കൊടുക്കുന്ന കേസാണ്. അതിനകത്ത് ഞാൻ വന്ന് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് ഞാൻ പബ്ലിക്കിൽ തരാം. ഞാൻ ഇപ്പം വന്നത്, ഈ വീഡിയോ ചെയ്യാൻ വന്നത്, ഐ എം സേഫ്, സെക്യൂർ ആയിട്ടിരിക്കുന്ന, ഒരു കുഴപ്പവുമില്ല. പലരും ഒരു ഡൗട്ടിലാണ് ചോദിക്കുന്നത്, നിങ്ങൾ സൈബർ ഇടങ്ങളിൽ കിടന്ന് ആക്രമിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവർ കിടന്ന് ബഹളം വയ്ക്കുന്നതിൻ്റെ ഇതിനായിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഐ എം റിയലി സേഫ്, എനിക്ക് ഒരു പ്രോബ്ലവുമില്ല. അവർ പറയുന്നത് എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്കും മനസ്സിലാകുന്നുണ്ട്. പിന്നെ അവർക്ക് മാത്രം മനസ്സിലാവാതെ അവർ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നു, ഷെഫീന ബീബിയെ നാളെ അങ്ങോട്ട് ടാർണിഷ് ചെയ്യും, ഷെഫീന ബീബിയുടെ ചാനൽ അങ്ങോട്ട് തീർത്ത് കിട്ടും, ഷെഫീന ചെവിയെ മുട്ടയിടും. ഷെഫീന ബീബിയെ ഒരു ഉണ്ടേ ഇടാനില്ല. പിന്നെ വേറെ ഒരു ബ്ലോഗർ, മാസ്റ്റർ പീസ് ബ്ലോഗർ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് സൈബറിൽ കേസ് കൊടുത്തത്. ശോകം. ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഷൈബർ ഉടനെ എൻ്റെ ചാനൽ പൂട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന നിന്നെയൊക്കെ പോലെയുള്ള മരഊളകളാണല്ലോ ഈ പറയുന്ന ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ മയക്കും കൊണ്ടിരിക്കുന്നതെന്ന്. അല്ലടാ, ഒരു ചോദ്യം, നിനക്ക് മനസ്സിലാവും, നാട്ടുകാർക്ക് മനസ്സിലാവും, അത്രയും ഞാൻ ഉദ്ദേശിക്കുക, പേര് ഞാൻ പറയത്തില്ല. നീ തനിച്ച് പറഞ്ഞാൽ പറ്റാത്തത് കൊണ്ടാണോ നിന്റെ സ്റ്റെപ്പിനെ പിടിച്ച് അടുത്തിരുത്തി ഒരു മയക്കും കൊണ്ട് കൊടുത്തത്? ഒരു കാര്യം ചെയ്യും, ലെവൽ ഇട്ടിട്ട് ആട്ടിക്കൊണ്ട് നിന്നില്ലേ, ഒരുമാതിരി ഒരു ഷാൾ ഇട്ട് ഒരു ജെട്ടിയും പാടിയ, നീ അത് അവളെ ഉടുപ്പിച്ച് അവിടെ ഇരുത്തടാ. അവൾക്ക് തുണി കൊടുത്തിരിക്കുന്ന എന്തിന്? ബൈ ദ വേ, വേറെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു തട്ട വിടാനായിട്ട്. തട്ടമിട്ട പെയിങ്കിൾ സൗകര്യമില്ല. ഞാനിവിടെ പിന്നെ അതിപുരാതന കാലഘട്ടത്തിന്റെ ഡ്രസ് കോഡിലേക്ക് പോകാനോ ഇസ്ലാമികപരമായ കാഴ്ചപ്പാടിലുള്ള ഡ്രസ് കോഡിലേക്ക് പോകാനോ ഒന്നും ഞാൻ ആരുടെ ആഹ്വാനം ചെയ്തിട്ടില്ല. നിങ്ങൾ തട്ടമിടുകയോ തട്ടമിടാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ തുണിയൂരി കാണിക്കുമ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനത നിങ്ങൾ ആണുങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ മുന്നിൽ തുണിയില്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന പെർഫോമൻസ് റോങ്. നിങ്ങൾ നിങ്ങളെ മെറ്റീരിയലൈസ് ചെയ്യരുത്. ഞാനൊരു മെറ്റീരിയൽ അല്ല, ഐ എം നോട്ട് എ സെക്സ് ടൂൾ എന്നാണ് പറഞ്ഞത്. അത് ബോധമുള്ളവർക്ക് മനസ്സിലാക്കും. ബോധമില്ലാത്തവരെന്ത് പറയും? എന്റെ മോളുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തിയോ, വിടില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നിന്റെ മോളുടെ സ്വാതന്ത്ര്യം നിന്റെ മോളുടെ ഒരു ലെവൽ വരെ ഉള്ളൂ. അതിനിപ്പുറത്തോട്ട് വന്നാൽ ന്യൂഡിറ്റിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ചാനൽ എന്റേതല്ല പൂട്ടുക. പൂട്ടപ്പെടുന്ന ചാനൽ, പൂട്ടിയ ചാനലുകളും ന്യൂഡിറ്റി പ്രദർശിപ്പിച്ച ചാനലുകളാണ്. ഇപ്പോ തൊപ്പിയുടെ ചാനൽ പൂട്ടി. അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കത്തിവെപ്പൊന്നുമല്ല, അവൻ കൊണ്ടുവന്ന് കാണിച്ചത് ഒരു വൃത്തികെട്ട സാധനമാണ്. അതാണ് അവന്റെ ചാനൽ പോകാനുള്ള കാരണം.
ആ ചാനൽ പോയാലും അവൻ അടുത്ത ചാനൽ തുടങ്ങാനുള്ള ഇതുണ്ട്. അതൊന്നും ആർക്കും വിലക്കാനും നിഷേധിക്കാനും പറ്റത്തില്ല. മണ്ടത്തരങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ആ മണ്ടത്തരങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ചോദിക്കരുത്. സ്പെഷ്യലി എൻ്റെ വ്യൂവേഴ്സ് ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു ഇല്ലീഗൽ ഇമ്മോറൽ സൈഡുള്ള ആളല്ല. എന്നെ പിന്നെ തീവ്രവാദി, പിന്നെ മാവോയിസ്റ്റ്, പെൺവാണിപ്പക്കാരി, സ്പൈ, ചാനവനിത എന്ന് വേണ്ട സർവത്രം പറഞ്ഞാലും ഞാനിവിടെ സ്ട്രെങ്താ നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ ഇതിനകത്തൊന്നും ഇല്ല. അവരിനിയിപ്പോൾ തലകുത്തി മറിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു സംഗതിയിൽ എന്നെ കിട്ടില്ല. അതെനിക്ക് മാത്രം അതിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ആസ് യൂഷ്വൽ ഇപ്പം എല്ലാവരും പറയണക്ക് ഞാൻ ആ ഒരു ഇമോഷൻ ഇത്തിരി ഹൈപ്പിലായിപ്പോയി. അപ്പോഴും കയറി നല്ല രണ്ടങ്ങ് കൊടുത്തു. എനിക്ക് അതിനകത്ത് വലിയ റിഗ്രഷൻ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം 13 വയസ്സുള്ളൊരു മകളെ നമുക്ക് നഷ്ടപ്പെട്ടൊരു അവസ്ഥയുണ്ട്. അതും ഇതും എല്ലാം കൂടെ ബ്രെയിനിൽ കയറിയിട്ട് അതങ്ങോട്ട് എക്സ്പ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു, നമ്മൾ അവർ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് നമുക്ക് അത്രയും ദേഷ്യം വന്നത് എന്നുള്ളതാണ്. ആ ഇഷ്ടം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ നീ എക്കടി കെട്ടുപോലെ എനക്കെന്നെ. പക്ഷേ ന്യൂഡിറ്റി ഇനി നീ നിന്റെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്താൽ ഈ ഇരുന്ന് ചൊറിയുന്ന കുഞ്ഞി ഓവയെ പോലെയല്ല ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്താൽ. ഓക്കെ, ആ മെൻ്റലി ഡിഫറെൻറ്റ്. എനിക്കറിയാതെ എങ്ങനെ കൊടുക്കണം, എവിടെ പിടിച്ചാൽ അതിന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ എൻ്റെ ചാനലിരുന്ന് റിപ്പോർട്ട് അടിച്ച ഉണ്ടംപുരിയാണ്. 298 സബല്ലേ അല്ല 289 തിരിച്ചെണ്ണി 289 സബ്ബുള്ള എൻ്റെ ചാനലിനെ നിങ്ങൾ അടിച്ചു തൂരക്കളയാൻ ഈ ഒരു മൈന്യൂട്ട് സാധനം കൊണ്ട് നടക്കൂല. മനസ്സിലായ? അതുകൊണ്ട് നടക്കത്തില്ല. കുറച്ചുകൂടെ മൂത്തിട്ട് വരിക. ചലഞ്ചാണ്. പോയി മൂത്തിട്ട് വാ. നിങ്ങൾ സൈബറിലോ സെൻട്രലിലോ ഒക്കെ പിടിച്ചിട്ട് നോക്ക്, മൂത്തിട്ട് വാ. ഇതൊന്നും അങ്ങനെയൊന്നും നടക്കുന്ന കേസല്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ആ അഭിപ്രായം പറഞ്ഞ അത്രയും മിനിറ്റ് 30 മിനിറ്റോളം വരുന്ന ഉടനീള വീഡിയോ എവിടെ പോയി പബ്ലിഷ് ചെയ്താലും കേൾക്കുന്നവനിക്ക് ബോധമുണ്ടെങ്കിൽ മനസ്സിലാകും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ കൺവെട്ടത്ത് സ്വന്തം ശരീര പ്രദർശനം നടത്തുന്ന ഏവളായിരുന്നാലും ശരീരം കൊണ്ടുള്ള പ്രദർശനം നടത്തുന്നവൾ ആഗ്രഹിക്കുന്നത് എന്താണ്? വരൂ, വെൽക്കം വെൽക്കം എന്നാണ്. ആ വെൽക്കം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിനെതിരെ നിങ്ങൾ കേസ് കൊടുത്ത് അത് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൂക്കിക്കൊല്ലത്തില്ല, അതുകൊണ്ട് 5-6 കൊല്ലത്തേക്ക് ജയിലിലിടത്തില്ല. ഇതൊന്നും തീർത്തിട്ട് പോരാ, ഈസിയാ. 5-6 കൊല്ലത്തേക്ക് ജയിലിലിടത്തില്ല. അങ്ങനെ യാതൊരു പ്രോബ്ലവും എനിക്ക് വരാനും പോകുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ സ്വയം ഇങ്ങനെ ആലോചിച്ച് ആത്മഹൂതി കൊണ്ട് അവിടെ കുത്തിയിരുന്നോളി. അതേ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കത്തില്ല. ഞാൻ വേറൊരു വിഷയമായിട്ട് വന്നതാണ്. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോ? മാറി നിന്നെ ആർക്ക് വേണം? വലിഞ്ഞു കയറി വന്നേക്കുന്നിട്ട് എന്റെ കൺമുമ്പിലെങ്ങാനും വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. മെന്റലി പേഴ്സണൽ ലൈഫിൽ കുറച്ച് ഞാൻ ഓക്കെയാണ്. സത്യാവസ്ഥ പറയട്ടെ. ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. സത്യാവസ്ഥ പറയാം. കുറച്ച് ദിവസം മുമ്പ് മെൻ്റലി പേഴ്സണൽ ലൈഫിൽ കുറച്ച് മെൻ്റലല്ല പേഴ്സണൽ ലൈഫിൽ കുറച്ച് തകർച്ച ഒരു വന്നു. പേഴ്സണൽ ലൈഫ് അങ്ങനെയല്ല, അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ ഡൗണിലായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഫോർ ദ ഫസ്റ്റ് ടൈം ഐ വിൽ ടേക്ക് ഇൻസ്റ്റാഗ്രാം ബ്രേക്ക്. ഒരു ഇൻസ്റ്റാഗ്രാം ബ്രേക്ക് എടുത്ത്, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദ ബർഡൻ of posting every day and making you guys happy. I didn't want that. Usually most of the time I do that. I take the initiative to post to make you happy. നിങ്ങളുടെ കുറച്ച് പേരുണ്ട് എൻ്റെ കോൺഫിഡൻസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ബ്രേക്ക് എടുത്തു. അല്ലെങ്കിൽ അയ്യോ എന്ത് പറ്റി എന്തായാലും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്യുന്നതെന്ന് വെച്ചു. അടുത്ത ദിവസം ഞാനങ്ങ് എയർലൈൻ, ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് മൈ എനർജി അങ്ങോട്ട്, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് നെഗറ്റീവ് എനർജി ബൈ സേയിങ് ദ നെയിംസ്. ബട്ട് ഐ സേ ദിസ് ഫോർ വൺസ്. അത് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ ഇതെന്തത് എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇത് ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇതിന് വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, I mean yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They are like it's fine, you know, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായി. I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. Anyway, എന്താ പറഞ്ഞേ അപ്പോൾ I don't want to put my energy. But later I'm coming to know after 2-3 days that a lot of other women has been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, കുറേ വേറെ അതേ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി ആരംഭിക്കലാമ എന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ ആ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സർപ്രൈസ് തരും. ഞാനൊരു സാധനം റിവീൽ ചെയ്യുന്നതായിരിക്കും. എനിവേ, സോ ഇതല്ലാതെ വേറെ കുറേ ആൾക്കാർ, ആണുങ്ങൾ, കണ്ടതിൽ വെച്ച് ആണുങ്ങൾ, ഒരാൾ വന്നിട്ട് എനിക്ക് കോമഡിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആണുങ്ങൾ വന്നിട്ട് ചിലർക്ക് ഇവരുടെ 4 ആണ്, ചിലർ എൻ്റെ അഗെയിൻസ്റ്റ് ആണ്. കംപ്ലീറ്റ്ലി ഫൈൻ ടു ഹാവ് ദെയർ ഒപ്പീനിയൻ, but certain things and ways are not accepted. Not accepted, darling. So is that the love I'm getting from people? കുറേ പേര് ഇത് കണ്ട് എന്നെ അറിയുന്നവരുണ്ട്. അപ്പം ഇത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ മോളെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കുറേ ലവ്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറേ പേര് എനിക്ക് പേഴ്സണലി കുറച്ച് സെലിബ്രിറ്റീസ്, ഞാൻ ഫോളോ ചെയ്യാത്ത കുറച്ച് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയച്ചു. they've seen, they're acknowledging it. They are like, we are with you, you're doing good, keep continuing this. Getting a lot of love. Even my family, friends who called to check up on me. ഞാനിവിടെ എൻ്റെ ആക്ടേഴ്സ് ട്രൂത്തിൽ ഒരു പ്ലേൻ്റെ ഭാഗമായി സ്ക്രിപ്റ്റൊക്കെ അടിപൊളി ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഐ എം ഗോണ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഐ എം നോട്ട് ഗോണ ലെറ്റ് ഇറ്റ് അഫക്റ്റ് മീ. അപ്പോൾ ചിലർ നിന്ന് ചോദിക്കുമായിരിക്കും, ഇതിത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനാണ് സംസാരിക്കുന്നത്? എൻ്റെ വ്ളോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാനുള്ള പറയും. എനിക്ക് അതിൻ്റെതായ നിയമരീതി നിയമത്തിൻ്റെ എനിക്ക് ഉണ്ട്. It's all fun and games, guys. It's all fun and games until someone's life is getting affected. Mine was not getting affected. I was angry. I was so pissed off. But I did not let it affect my life. പക്ഷെ ഞാൻ പറഞ്ഞത് സ്ത്രീയാണ്, ഈ ഒരു ജീവിയാണ്. സോറി. A lot of lives have been affected. So that is not fair. That she has no right to do that. നമ്മൾ എന്തൊക്കെ don't let it affect us, ignore it എന്നൊക്കെ പറഞ്ഞാലും for some people it is not really easy. And the worst part, ഇതൊക്കെ പോട്ടെ, എനിക്ക് worst part ആയിട്ട് തോന്നിയതാണ് 98% of the people are with her. Whatever she said is true. അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവർ, that scares me. Like thinking there is a community itself is like okay, but agreeing with her whatever she's saying, that's എനിക്കത് പേടിയായി. സത്യം പറയാതെ എനിക്കത് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായത്. I was scared.
ആൻഡ് അവരുടെ ഇത് നിറയെ 2% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. It's fine. I can take care of myself. It's fine. I mean, I have people to take care of me also. But that was not right. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനും ഭീഷണിപ്പെടുത്തൊന്നും അല്ല കേട്ടോ. ബട്ട് ഐ ഹാവ് നോട്ടഡ് പീപ്പിൾ ഡൗൺ. Like, this is not a threat or something, but I've noted people down who were against and with me. And I've also noted what specifically they have mentioned. So if in the future I can ഇട്ട് കൊടുക്കാം അങ്ങനെ രീതിയിൽ. അവർ പേടിപ്പിക്കുകയോ അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ലെറ്റിംഗ് നോ. ഞാൻ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എയറിലായിരുന്നു, ചിലപ്പോൾ ഈ വീഡിയോ അങ്ങ് എയറിൽ പോകുമായിരിക്കും. I mean, it's my first time in air, guys. എനിക്ക് നിങ്ങളെല്ലാണ്ട് അനുഗ്രഹം വേണം. കാരണം ഞാൻ കുറച്ചും ഒന്ന് അനുഗ്രഹിക്കും. അമ്മേൻ്റെ അനുഗ്രഹം ഓൾറെഡി ഉണ്ട്. അച്ഛൻ ബിസി ആയിരുന്നു. അച്ഛൻ അനുഗ്രഹം കിട്ടും. അമ്മൂമ്മയുടെ അനുഗ്രഹമാണ് ഏറ്റവും. മക്കളെ നീ താഴെ വരും, ഡോണ്ട് വറി. എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്നിട്ടുണ്ട്. തൽക്കാലം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി പറയാനുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ഐ മെൻഷൻ. ബട്ട് genuinely want to say thank you for all the people, all the women, all the people standing with me. 96% of the people who are supporting me are women and 4% are men. Thank you so much for supporting me. Thank you so much for being there for me. I will not stop posting. I will not stop vlogs. I will not stop posting on Instagram. I will not stop. Don't worry about it. But thank you so much for ഇത് വന്നിട്ടാണ് എത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആൾക്കാർ എത്ര സ്നേഹം എനിക്ക് തരുന്നത്. ഐ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഗൈസ്. ശരിക്കും ഞാൻ വിചാരിച്ചു എനിക്ക് അധികം ഫാൻസ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ കോമാളിത്തരം കാണാൻ വേണ്ടി പിക്ചേഴ്സ്, ഐ മീൻ സോറി